ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടികളെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവരുടെ കണ്ണ് ആദ്യം എത്തുന്നത് ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, കുക്കീസിലൊക്കെ ആയിരിക്കും. അതൊക്കെ വീട്ടിൽ അമ്മമാർ ഉണ്ടാക്കി കൊടുത്താൽ അവർ എത്രമാത്രം ഹാപ്പി ആവും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും മിസ്സാക്കാതെ കാണുക. കാരണം നല്ലൊരു കോഫി കുക്കീസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. കാരണം ഇത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും വീട്ടിൽ സാധാരണ ഒരു പാത്രത്തിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കീസ് റെഡിയാക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിനു വേണ്ടിയുള്ളൊരു ഡോ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 2 ടീസ്പൂൺ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, അത് തന്നെയാണ് ഇതിൽ മെൽറ്റ് ആകുന്നത്, മറ്റേതൊന്നും ഇടരുതേ. അപ്പോൾ ഒന്നുകിൽ ബ്രൂവോ നെസ്കഫെയോ എന്ത് വേണോ എടുക്കാൻ നിങ്ങൾക്ക്. അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ എടുക്കണം. അപ്പോൾ എല്ലാ കുക്കീസിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്ന ബട്ടറാണ് അല്ലേ. അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചറായിട്ട് വേണം എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, നന്നായിട്ട് പൊടിച്ച പഞ്ചസാര 6 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇതിൻ്റെ കണക്കെല്ലാം നല്ല കൃത്യമായിരിക്കണം. ഇനി ഞാൻ ആ മെൽറ്റ് ചെയ്യാൻ വെച്ച കോഫിയും കൂടെ ഇതിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്പൂണോ ഫോർക്കോ വെച്ച് നമുക്ക് ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3/4 കപ്പ് അളവിൽ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും. ഈ അളവൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു നുള്ളുപ്പ് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമുക്കിതിന് കുക്കീസ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഒന്നുകിൽ കാഷ്യൂനട്ട് അല്ലെങ്കിൽ ആൽമണ്ട്സ് ഏതെങ്കിലും ഒരെണ്ണം, ഒരു 15-16 എണ്ണം നമുക്ക് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതുകൂടെ അത് കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റാണ് അല്ലേ. ഇനി ഇത് കുറേശ്ശെ നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഫി മിക്സിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വേറെ ഇനി പാലോ വെള്ളമോ ഒന്നും വേണ്ട. അതിൻ്റെ ആ ഒരു ലിക്വിഡ് സ്റ്റേജിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഭയങ്കര ഹാർഡായിട്ടൊന്നും കുഴച്ചെടുക്കരുത്. വളരെ സോഫ്റ്റായിട്ട് വേണം ഈ ഡോ തയ്യാറാക്കാനായിട്ട്. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വേണം ചേർക്കാനേ. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനത് ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഫോർക്ക് വെച്ച് വളരെ ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന ആ കുക്കീസിൻ്റെ ഷേപ്പിന് കിട്ടും. ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലോട്ട് അത് വെച്ച് കൊടുക്കാം. ഞാൻ അതിലൊരു ബട്ടർ പേപ്പറും കൂടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓൾറെഡി നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഇത് ഇറക്കി വെച്ച് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. ഇതുപോലൊരു പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഒന്നിച്ച് എല്ലാ ഡോവും കൂടെ അതിനകത്ത് വെക്കേണ്ട കേട്ടോ. നമുക്കൊരു 2 സ്റ്റെപ്പായിട്ട് ബേക്ക് ചെയ്യണം. കാരണം ഇത് കുറച്ച് എൻലാർജ് ചെയ്ത് വരും ബേക്ക് ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇത് ടച്ച് ചെയ്യാതെ വേണം. ഇത് ഒരു 5 എണ്ണം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഡിസ്റ്റൻസിൽ വെച്ചാൽ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് വരുന്നതുണ്ടോ. ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കീസ്. എനിക്ക് ഓൾമോസ്റ്റ് 25 മിനിറ്റാണ് ഇതിന് എടുത്തത്. ചിലർക്ക് 20 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഹാർഡായിക്കോളും, വിഷമിക്കേണ്ട. അപ്പോൾ ഈ കുക്കീസിൻ്റെ പ്ലേസ് ഓഫ് ഒറിജിൻ പേർഷ്യയാണ് കേട്ടോ. 7th സെഞ്ച്വറിയിലാണ് ഈ കുക്കീസ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്, കഴിക്കുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ റെഡിയാക്കിയിരിക്കുന്ന ഈ കുക്കീസ് എല്ലാ അമ്മമാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഇത് റെഡിയാക്കി കൊടുക്കുക. അവർക്ക് വളരെ ഇഷ്ടമാവും. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ബട്ടറിൻ്റെയും കോഫിയുടെയും ഒരു വല്ലാത്ത നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് കേട്ടോ. അത് ടിന്നിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. എവിടെയെങ്കിലും നമുക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം, ഗിഫ്റ്റായിട്ട് കൊടുക്കാം. എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ. യൂഷ്വലി മുട്ട ചേർത്താണ് സാധാരണ ഇതെല്ലാവരും റെഡിയാക്കുന്നത്. ഞാൻ എൻ്റെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടി മുട്ട അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഇടാൻ മറന്നു പോരുത്. കമൻസ് എനിക്ക് വാല്യുബിളാണ്. അപ്പോൾ നോക്കി ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ നല്ല ഹാർഡായിട്ട് ഇരിപ്പുണ്ട്. പൊട്ടിക്കുമ്പം കണ്ടോ, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിന് യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.